എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 7 ശ്ലോകം 11, 12, 13, 14, 15, 16, 17 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. പുത്രനുണ്ടായി കഴിഞ്ഞപ്പോൾ ആ പുത്രനെ യാഗപശുവാക്കി യജിക്കാനായിട്ട് വിഷമായല്ലോ മഹാരാജാവിന്. അങ്ങനെ തൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട്, സത്യത്തെ പാലിക്കാൻ ഹരിശ്ചന്ദ്രൻ അനേകം ക്ലേശങ്ങൾ സഹിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. ആ പുത്രനെ ഇങ്ങനെ യാഗപശുവാക്കാനുള്ള മടി കൊണ്ട് യാഗം അങ്ങനെ നീണ്ടുപോയി. അങ്ങനെ വരുണൻ കോപിച്ചു. ഹരിശ്ചന്ദ്രന് വരുണന്റെ കോപം കൊണ്ട് മഹോദരം ബാധിക്കുകയാണ്. നമുക്ക് ശ്ലോകങ്ങൾ നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. നിർദ്ദേശേ ച സ ആഗത്യ യജസ്വേത്യാഹസോബ്രവിൽ ദന്താപശോയർജായേരൻ അഥമേധ്യോ ഭവേത് ഇതി. നിർദ്ദേശേ 10 ദിവസം കഴിഞ്ഞപ്പോൾ സ ആഗത്യ അദ്ദേഹം ആഗമിച്ചിട്ട് യജസ്വ യജിച്ചാലും ഇതി ആഹ എന്ന് പറഞ്ഞു. പശുവിന് യത് ദന്താജായേരൻ എപ്പോൾ ദന്തങ്ങൾ ജനിക്കുമോ അധമേധ്യ ഭവേൽ അപ്പോൾ ശുദ്ധനാകും. ഇതി സാബ്രവീൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ദിവസം 10 കഴിഞ്ഞു. ഉടനെ വരുണൻ വന്ന് യജിക്കൂ, അങ്ങയുടെ മകന് തരൂ, യജിക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ യാഗത്തിന് ഉപയോഗിക്കാനുള്ള നരപശുവിന് പല്ലുകൾ മുളച്ചാൽ മാത്രമേ പരിശുദ്ധമുള്ളൂ. ഓരോ ന്യായങ്ങൾ പറയാണ്. പല്ല് മുളച്ചിട്ടില്ലല്ലോ ഉണ്ണിക്ക്, അതിനുശേഷം യജിക്കാം എന്ന് രാജാവ് പറഞ്ഞു. വരുണൻ തിരിച്ചു പോവാണ്. പിന്നെ ജാതാദന്തായജസ്വേതി സപ്രത്യാഘാതസോബ്രവിൽ യഥാ പതന്ത്യസ്യ ദന്ത അധമേധ്യോ ഭവേത് ഇതി. ദന്താജാത ദന്തങ്ങള് ജാതങ്ങളായി, യജസ്വ യജിച്ചാലും, ഇതി പ്രത്യാഹ എന്ന് പറഞ്ഞു. അസ്യ ദന്ത ഇവന്റെ ദന്തങ്ങൾ യഥാ പതന്തി എപ്പോൾ പതിക്കുന്നുവോ അധമേധ്യ ഭവേൽ അപ്പോൾ ശുദ്ധമാകും. ഇതി സാബ്രവി എന്ന് അദ്ദേഹം പറഞ്ഞു. പല്ലുകൾ മുളച്ചപ്പോ തന്നെ വരുണം വന്നു, ഇനി യജിക്കാലോ, പല്ല് മുളച്ചൂലോ, അപ്പൊ യജിക്കാന്നല്ലേ പറഞ്ഞത് അങ്ങ്. അപ്പൊ മഹാരാജാവ് പറയാണ്, ഇവന്റെ പല്ല് മുളച്ചു എന്നല്ലേ ഉള്ളൂ, ഇനി പോവണ്ടേ. എപ്പോ ഇവന്റെ പല്ലുകൾ വീണു പോകുന്നുവോ അപ്പൊ മാത്രമേ ശുദ്ധനാവുള്ളൂ എന്ന് രാജാവ് മറുപടി പറഞ്ഞു. അപ്പോ വരുണൻ തിരിച്ചുപോയി. പശോർനിപതിതാദന്ത യജസ്വേത്യാഹസോബ്രവിൽ യഥാ പശോ പുനർദന്ത ജായന്തേധ പശുശുചി. പശുവിന്റെ ദന്തങ്ങൾ നിപതിച്ചു. യജസ്വ ഇതി ആഹ യജിച്ചാലും എന്ന് പറഞ്ഞു. പശുവിന് യഥാ ദന്ത പുനർജാത എപ്പോൾ രണ്ടാമത് ദന്തങ്ങൾ ഉണ്ടാകുന്നുവോ അധ പശു ശുചി അപ്പോൾ പശു ശുദ്ധം. പല്ലുകള് പോയ ഉടനെ വരുണം വന്നു, ഇനി യജിക്കാലോ എന്ന് പറഞ്ഞു. അപ്പൊ മഹാരാജാവ് വീണ്ടും പറയാണ്, രണ്ടാമത് പല്ല് മുളച്ചാൽ മാത്രമേ പശുവിന് ശുദ്ധി വരുള്ളൂ. പോയ പല്ലുകളൊക്കെ വരട്ടെ, അപ്പോൾ ഞാൻ യജിക്കാം. വരുണൻ തിരിച്ചുപോയി. പുനർജാതായ ജസ്വേതി സപ്രത്യാഘാതസോബ്രവിൽ സാന്നാഹികോ യഥാ രാജന്യോധ പശുശുചി. സന്നാഹിക സന്നാഹത്തിന്, അതായത് കവചം ധരിപ്പാൻ പ്രാപ്തനായപ്പോ,
രാജന്യ ക്ഷത്രിയൻ. രണ്ടാമത് പല്ലുകൾ മുളച്ച ഉടനെ വരുണം വന്ന് പറഞ്ഞു, ഇനി ആവാലോ. അപ്പൊ പല്ലുമൊക്കെ മുളച്ചു വന്നു. അപ്പൊ രാജാവ് പറയാ, ഹേ വരുണ, വരുണ രാജാവേ, ക്ഷത്രിയനാകുന്ന യാഗപശുവിന് ശുദ്ധി ഭവിക്കണമെങ്കിൽ അവൻ കവചം ധരിച്ച് യുദ്ധത്തിലേർപ്പെടുവാൻ പ്രാപ്തനായിട്ട് വരണം. അപ്പോൾ ഞാൻ രചിക്കാം. ഇതി പുത്രാനുരാഗേണ സ്നേഹയന്ത്രിത ചേതസ കാലം വഞ്ചയതാതം മുകുതോ ദേവസ്തമൈക്ഷത. പുത്രാനുരാഗേണ, പുത്രനിലുള്ള അനുരാഗത്തോടുകൂടിയും സ്നേഹയന്ത്രിത ചേതസ, സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട മനസ്സോടുകൂടിയും തം തം കാലം, അതാതു കാലത്തെ, വഞ്ചയത രാജ്ഞ, വഞ്ചിക്കുന്നവനായിരിക്കുന്ന രാജാവിനാൽ, ഇതി ഉക്ത ദേവ, ഇപ്രകാരം പറയപ്പെട്ട ദേവൻ, തം ഐക്ഷത, അതിനെ പ്രതീക്ഷിച്ചു. ഇതി പുത്രാനുരാഗേണ സ്നേഹയന്ത്രിത ചേതസ കാലം വഞ്ചയതാ തം തമുക്തോ ദേവസ്തമൈക്ഷത. പുത്രൻ അഭിവൃദ്ധനായി വരണമെന്നുള്ള അനുരാഗ നിമിത്തമുണ്ടായ സ്നേഹത്തിന് അധീനമായ മനസ്സോടുകൂടിയ രാജാവിനാൽ പറയപ്പെട്ട അതാതു കാലവും വഞ്ചിക്കപ്പെട്ടു. പുത്രൻ പിന്നെയും വളർന്നു വളർന്നു വരണം, അപ്പോഴല്ലേ കവചം ധരിക്കാറാവുള്ളൂ. അങ്ങനെ സ്നേഹത്തിന് അധീനമാവല്ലോ എത്രയായാലും മകനല്ലേ രാജാവിന്. ഇത് പറഞ്ഞും പോയില്ലേ പുത്രനെ കൊണ്ട് തന്നെ യജിക്കാന്ന്. അങ്ങനെ പക്ഷെ ഇത്രയൊക്കെ ഒഴിവ് കഴിവ് പറഞ്ഞിട്ടും വരുണദേവൻ ആ കാലത്തെ അങ്ങനെ കാത്തുകൊണ്ട് തന്നെയായിരുന്നു. ഒന്നും മറുപടി പറയാതെ കാത്തിരുന്നു. രോഹിതസ്തദഭിജ്ഞായ പിതുകർമ്മ ചികീർഷിതം പ്രാണപ്രേപ്സുർധനുഷ്പാണി അരണ്യം പ്രത്യപത്യത. രോഹിതൻ പിതു ചികീർഷിതം, പിതാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തത് കർമ്മ, ആ കർമ്മത്തെ, അഭിജ്ഞായ അറിഞ്ഞിട്ട്, പ്രാണപ്രേപ്സു, പ്രാണനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനായി, ധനുഷ്പാണി, ധനുസിനെ പാണിയിൽ ധരിക്കുന്നവനായി, അരണ്യം പ്രത്യപത്യത, അരണ്യത്തെ പ്രാപിച്ചു. ഈ സമയമായപ്പോഴേക്കും രോഹിതൻ വളർന്നു പ്രാപ്തനായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, തന്നെ പശുവായിട്ട് കൽപ്പിച്ച് വരുണനെ യജിക്കാനാണ് പിതാവിന്റെ പുറപ്പാട്. യാഗത്തിന്റെ ആ പശുവിനെ വധിക്കുകയാണല്ലോ ചെയ്യാം. അങ്ങനെ ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹ നിമിത്തം രോഹിതൻ ശസ്ത്രപാണിയായിട്ട് കാട്ടിലേക്ക് അങ്ങോട്ട് പോയി. മരിക്കാൻ ആഗ്രഹം ഉണ്ടാവോ ആ യുവാവിന്? അങ്ങനെ രോഹിതൻ കാട്ടിലേക്ക് പോയി. പിതരം വരുണഗ്രസ്തം ശ്രുത്വാ ജാതമഹോദരം പുരോഹിതോ ഗ്രാമമേയായ തമിന്ദ്ര പ്രത്യഷേധത. വരുണഗ്രസ്തം, വരുണനാൽ ഗ്രസിക്കപ്പെട്ട പിതരം, പിതാവിനെ, ജാതമഹോദരം ശ്രുത്വ, ജാതമായ മഹോദരത്തോടുകൂടിയവനായി ശ്രവിച്ചിട്ട്, രോഹിതൻ ഗ്രാമം ഏതായ, ഗ്രാമത്തെ പ്രാപിക്കാൻ ഒരുങ്ങി. ഇന്ദ്രൻ തം പ്രത്യഷേധത, അദ്ദേഹത്തെ പ്രതിഷേധിച്ചു. രോഹിതൻ വനത്തിലേക്ക് പോയപ്പോ മനസ്സിലായി, ഇനി യാഗത്തില് പശുവായിട്ട് രോഹിതനെ കിട്ടില്ലല്ലോ. അങ്ങനെ ക്രുദ്ധനായ വരുണൻ ഹരിശ്ചന്ദ്രനെ ശാപിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് മഹോദരം എന്ന രോഗം പിടിപെട്ടു. ഈ വിവരമറിഞ്ഞ രോഹിതൻ വല്ലാത്ത ദുഃഖിതനായിട്ട് അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ അവിടെ വന്നു. ഇന്ദ്രൻ പറഞ്ഞു, നഗരത്തിലേക്ക് പോകണ്ട, പോയാൽ മരണം നേരിടും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തടുത്തു. പോവാൻ സമ്മതിച്ചില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.